ഇന്ന് നമ്മളെ മൊത്തം ഒരു സ്റ്റൗ എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിന്ന് വന്നേക്കുന്നത് PGL-ൻ്റെ 3 ബർണർ സ്റ്റൗ ആണ്. അപ്പോൾ വീഡിയോയുടെ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പകുതിയോളം അഴിച്ചു വെച്ചേക്കുവാണ്. നമ്മൾ സ്റ്റൗ അഴിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ ഇതുപോലൊരു പാത്രം എടുത്ത് വെക്കുക. അപ്പോൾ അഴിക്കുന്ന സ്പെയറുകളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ കരി പിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പാത്രത്തെ കരി പിടിക്കുന്നുണ്ടെങ്കിൽ യെല്ലോ ഫ്ലെയിം വരുന്നുണ്ടോ എന്ന് നോക്കുക. യെല്ലോ ഫ്ലെയിം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാത്രത്തിൽ കരി പിടിക്കുന്നതാണ്. പാത്രത്തെ കരി പിടിക്കാനുള്ള മെയിൻ 2 കാരണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ അക്സസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് കരി പിടിക്കുന്നത്. അപ്പം ഇതുപോലെ ബർണർ സെറ്റിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു ഹോൾ ഉണ്ടായിരിക്കും ഏതൊരു സ്റ്റൗവിൻ്റെ ആണെങ്കിലും. ഇതിലാണ് ഓക്സിജൻ അക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നോബ്. ഈ നോബിനുള്ളിലൂടെ ഓക്സിജൻ കടന്നു വന്നിട്ട് ഇവിടുന്നാണ് ഓക്സിജൻ അക്സസ് ചെയ്തിട്ടാണ് സ്റ്റൗ കത്തുന്നത്. അപ്പോൾ ഇവിടുന്ന് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോഴാണ് കരി വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കരടോ അല്ലെങ്കിൽ ചുക്കിലി വലയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് കരട് വന്നിട്ടുണ്ടെങ്കിലും കരി പിടിക്കുന്നതാണ്. അപ്പോൾ ഇത് അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ കഴുകാം. പക്ഷേ നല്ല വെയിലുള്ള സമയത്തേ കഴുകാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ അഴിച്ചിട്ട് ഡീസൽ ഒഴിച്ച് തുടച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ തന്നെ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കാം. അപ്പോൾ ഏതൊരു സ്റ്റൗവും വെള്ളത്തിൽ കഴുകാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, പച്ചവെള്ളം ഒഴിച്ച് ഗ്യാസ് സ്റ്റൗ കഴുകാൻ പറ്റുമല്ലോ. പച്ചവെള്ളവും സോപ്പ് ഉപയോഗിച്ച് വിമ്മ് ഉപയോഗിച്ച് നല്ലപോലെ, സ്റ്റീലിൻ്റെ സ്റ്റൗ ഒക്കെ ആണെങ്കിൽ സ്ക്രബ്ബർ ഇട്ട് നല്ലപോലെ ഉരച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വെട്ടിത്തിളങ്ങുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുപോലെ പൈപ്പ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ അഴിച്ചു വെച്ചേക്കുന്നതാണ്. ഈ പൈപ്പിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും കരടോ അല്ലെങ്കിൽ ചുക്കിലിവല, പാറ്റ ഇതൊക്കെ കയറിയിരിക്കും. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് കരി പിടിക്കുന്നത്. അപ്പോൾ നമ്മളിത് അഴിച്ചു വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇപ്പം കഴുകിയെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ബാക്കിയുള്ള പാഴ്സൊക്കെ നമ്മൾ വെള്ളത്തിൽ കഴുകിയെടുത്തു. ഇപ്പം ഇതിൻ്റെ അകത്തോടെ നമുക്ക് ഇതിൻ്റെ അകത്ത് വല്ല കരട് വല്ലതും കയറി ഇരിപ്പുണ്ടോയെന്ന് അറിയാൻ വേണ്ടി നമുക്ക് മൂന്ന് ഹോളും നല്ലപോലെ ഓപ്പണാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ നോബും അഴിച്ച് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. ഇത് അഴിക്കുമ്പം തെറിച്ച് പോകാൻ നോക്കണം. ഇതിൻ്റെ അകത്തൊരു സ്പ്രിങ്ങലാണ് നിൽക്കുന്നത്. ഇതുപോലെ ഒരു സ്പ്രിങ്ങിലാണ്. ഇതിപ്പോൾ ഇതിനകത്ത് കയറി കണ്ടോ, ഗ്യാസിൻ്റെ ഓയിൽ കയറിയിട്ട് തടസ്സം വന്നേക്കുന്നതാണ്. നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. നമ്മൾ ഡീസൽ ഒഴിച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത്. ഇതുപോലെ പഴയ തുണിയോ വേസ്റ്റോ എല്ലാം ഇട്ടിട്ട് ഇതിനകത്ത് ഗ്രീസ് വരുന്നുണ്ട്. ആ ഗ്രീസ് നല്ലപോലെ തുടച്ചെടുക്കുക. ഇവിടെ ഒരു ജെറ്റ് വരുന്നുണ്ട്. ഈ ജെറ്റിൻ്റെ അകത്ത് കരട് വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ജെറ്റ് അഴിച്ചെടുക്കാം. ഈ ജെറ്റിന് പല ടൈപ്പിലും പല വലിപ്പത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഓരോ ബർണറിൻ്റെ അളവനുസരിച്ചിട്ട് ഓരോന്നിനും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഏറ്റവും ചെറിയ
ബർണറിൻ്റെ ആണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 58 58, 65, 85, 90, 120 എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ബർണറിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടാണ് അത് നമ്മൾ സെറ്റ് ചെയ്യണത്. ഇതിൻ്റെ അകത്തൊക്കെ കരടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഡീസലൊന്ന് വലിയാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് കൂടെ വയ്ക്കാം. അപ്പോൾ ഇതാണ് സ്റ്റൗവിൻ്റെ ഹോൾ ബുഷ്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും ഗ്രീസ് ഉണ്ടായിരിക്കും. ആ ഗ്രീസിൻ്റെ അകത്ത് തിങ്ങിയാണ് ഇത് നിൽക്കുന്നത്. ഈ ഗ്രീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിലും ഗ്യാസ് കൂടുതലായിട്ട് ഗ്രീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രീസ് ഇതേപോലെ ഇതിൻ്റെ അകത്ത് തിങ്ങിയിട്ട് ഗ്യാസ് കടന്നു വരാതിരിക്കും. അങ്ങനെ കരി പിടിക്കാനും തീ കത്താതിരിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഒരു വയറിൻ്റെ കഷ്ണം വെച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഒന്നുകൂടെ തുടച്ചെടുക്കാം. ഇനി നമുക്കിത് ഗ്രീസ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാം. ഗ്രീസ് ഇടുമ്പം അധികം ആകാതെ നോക്കുക. ഈ ഹോള് വരുന്ന ഭാഗത്ത് ഗ്രീസ് പറ്റാതെ ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. മാർക്കറ്റിൽ ഇത് തീ പിടിക്കില്ലാത്ത ടൈപ്പ് ഗ്രീസ് മേടിക്കാൻ കിട്ടും. അതായിരിക്കും കൂടുതൽ നല്ലത്. ഇതുപോലെ 3 നോബ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ 6 ആയിട്ടുള്ളൂ. അടുത്ത 6 റെഡിയാക്കി എടുക്കാം. സ്റ്റവ് നല്ലപോലെ കഴുകി ഉണങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റീസെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വാൽവുകൾ 3 നമ്മൾ പൈപ്പിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗവിൻ്റെ ബോഡിയിലേക്ക് ഈ വാൽവ് നമുക്ക് കണക്ട് ചെയ്യണം. നമുക്കിത് ബോൾട്ടിട്ട് നോക്കാം. അപ്പോൾ വാൽവ് കണക്ട് ചെയ്തു. ഇനി ബർണർ സെറ്റാണ് പിടിപ്പിക്കേണ്ടത്. നമുക്ക് സെൻറ്ററായി പിടിപ്പിക്കാം. ബർണർ നമ്മൾ ബോഡിയിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കത്തിച്ച് നോക്കാം. ചെറിയ ബർണർ നോക്കണം. ഇപ്പോൾ യെല്ലോ കളർ മാറിയിട്ട് ഇപ്പോൾ നീല വെട്ടം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റൗ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സോടെ കയറ്റി പിടിപ്പിക്കാം. ഗ്ലാസ് നമ്മൾ വെച്ചതിന് ശേഷം ഇതുപോലെ വാഷ് വരുന്നുണ്ടായിരിക്കും. ഈ വാഷ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്ത് ഫുള്ളായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് കത്തിച്ച് നോക്കാം. ഇപ്പോൾ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് സ്റ്റവ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടുക്കി ജില്ലയിൽ തടിയമ്പാടാണ്. പുതിയ സ്റ്റവ് മേടിക്കുന്നതിനും സ്റ്റവ് സർവീസ് ചെയ്യുന്നതിനും നമ്മുടെ ഷോപ്പിൽ വരാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം.